എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു വെറൈറ്റി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമ്മൾ ഓട്സും ക്യാരറ്റും ഒക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റവ് ഇച്ചിരി പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കണം. ഒരു 3 മിനിറ്റോളം ഒന്ന് വറക്കണം കേട്ടോ. സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറക്കാം. ഇപ്പോൾ ഇത് വറക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് റവയാണ്. 1/4 കപ്പ് റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം. വീണ്ടും ഇതൊരു 3 മിനിറ്റോളം വറുത്തെടുക്കണം കേട്ടോ. ഈ ഓട്സും റവയൊക്കെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ആവുന്ന വരെ ഒന്ന് വറക്കാം. ഇപ്പോൾ ഈ ഓട്സ് റവയൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയേ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇത് തണുത്ത് കഴിയുമ്പോഴേ പുട്ടുപൊടിയുടെയൊക്കെ പരുവത്തിലൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് പൗഡർ പോലെ ആക്കരുത്. തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. പാൻ നല്ലതായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം വീണ്ടും സ്റ്റവ് കത്തിച്ച് പാൻ സ്ഥലത്തോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഇപ്പം നല്ലതായിട്ട് ചൂടായി. ഇതിലോട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇനി ഇതിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലെ ആ വെള്ളമയമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ ആ വെള്ളമയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ശർക്കര പാനിയാണ്. 1/4 കപ്പ് ശർക്കര 2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒന്ന് അരിച്ചെടുത്തതാണിത്. ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് 2 നുള്ള ഉപ്പ് പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സിൻ്റെയും റവയുടെയും മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കണം. ഇതിലെ വെള്ളമയം എല്ലാം മാറി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവമുണ്ടല്ലോ, അതുവരെ ഒന്ന് ഇളക്കണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇതാ നോക്കിക്കേ, ഇതിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഏത് പാത്രത്തിൽ വെച്ച് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്താ ഇതുപോലെ 2 ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് സ്വല്പം നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ആ ചെറിയ ബൗളിലോട്ട് മാറ്റാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഈ ബൗളിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് ഇളക്കാം. ഈസി ആയിട്ട് ഇളകി കിട്ടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലൊരു സ്വീറ്റാണിത്. നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ ക്യാരറ്റും അതുപോലെ ഓട്സും റവയൊക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.